വിവാദ FCRA ഭേദഗതി ബിൽ വീണ്ടും പാർലമെന്റിൽ. ഇതടക്കം 7 ബില്ലുകൾ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ ലിസ്റ്റ് ചെയ്തു. ബജറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിച്ചുവെങ്കിലും കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ബിൽ മാറ്റിവെച്ചിരുന്നു. ഇടപെടൽ ആവശ്യപ്പെട്ട് CBCI MP-മാർക്ക് കത്ത് നൽകും. മണ്ഡല പുനർനിർണയ ബില്ലിൽ ഭൂരിപക്ഷം ഉറപ്പാക്കാൻ BJP രഹസ്യ ചർച്ചകൾ തുടരുകയാണ്. ലൈസൻസ് നഷ്ടമായ സ്ഥാപനങ്ങളുടെ സ്വത്തുകൾ കേന്ദ്ര സർക്കാരിന് കണ്ടുകെട്ടാൻ അനുവാദം നൽകുന്ന വിവാദ ബില്ലാണ് വീണ്ടും പാർലമെന്റിലെത്തുന്നത്. തിങ്കളാഴ്ച ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കും. BJP കേരള ഘടകത്തിന്റെ സമ്മർദ്ദം പരിഗണിച്ച് ബജറ്റ് സമ്മേളനത്തിൽ കൊണ്ടുവന്ന ബിൽ ചർച്ചയ്ക്കെടുക്കാതെ മാറ്റിയിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ നേരിട്ട് കണ്ട് ആവശ്യപ്പെട്ടിട്ടും ബിൽ പിൻവലിക്കാത്തതിൽ കടുത്ത പ്രതിഷേധത്തിലാണ് ക്രൈസ്തവ സഭകൾ. പ്രതിപക്ഷത്തുള്ളവരായിരിക്കണം അതിനെതിരായിട്ട് പ്രതികരിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ MP-മാരെ എല്ലാം ഈ ബില്ല് വരുമ്പോൾ രാജ്യ നന്മയ്ക്ക് എതിരായിട്ടോ അല്ലെന്നവരിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എതിരായിട്ടോ ഉള്ള ബില്ലാണെന്നവരിൽ അതിനെ ഒപ്പോസ് ചെയ്യാനായിട്ട് അവർ പരിശ്രമിക്കും. അവർ ചെയ്യണത്. വന്ദേ മാതരത്തിന് കൂടുതൽ പരിഗണന നൽകുന്ന ബില്ലും സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന ബില്ലും ലിസ്റ്റിലുണ്ട്. വിവാദ മണ്ഡല പുനർനിർണയ ബിൽ നിലവിലെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഭരണഘടനാ ഭേദഗതി ബിൽ പാസാകാൻ 3/2 അംഗങ്ങളുടെ ഭൂരിപക്ഷം വേണം. DMK, NCP, ശരത് പവാർ എന്നിവരുടെ സഹായം ലഭിച്ചാൽ ഭൂരിപക്ഷത്തിന് ഇനി 6 MP-മാർ മാത്രം മതിയെന്ന് BJP പറയുന്നു. പ്രതിപക്ഷ നിരയിലെ പാർട്ടികളുമായി BJP അനൌദ്യോഗിക ചർച്ചകൾ സജീവമാക്കി. റിപ്പോർട്ടർ, ദില്ലി.